എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 92 മൂന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് നാലാമത്തെ ചോദ്യം? ദി പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 195. വാട്ട് ആർ ദി നമ്പേഴ്സ്? എന്താണ് ചോദ്യം? അതായത് തുടർച്ചയായ അല്ലെങ്കിൽ തൊട്ടടുത്ത രണ്ട് ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകളുടെ പ്രൊഡക്റ്റ് ഗുണനഫലം എത്രയാണ്? 195 അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദ്യം. തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകൾ അല്ലെ. അപ്പൊ നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതൊക്കെ വരും? 1 അല്ലെ, 1, 3, 5, 7 ഇങ്ങനെയാണ് നമ്മുടെ ഓഡ് നമ്പേഴ്സ് പോകുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മോട് പറഞ്ഞിട്ടുള്ളത് തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകൾ അല്ലെ. ഇപ്പൊ 3 ആണെങ്കിൽ അടുത്ത സംഖ്യ 5, അല്ലെങ്കിൽ 5 ആണെങ്കിൽ 7, അല്ലെങ്കിൽ 11 ആണെങ്കിൽ 13 അല്ലെ. അപ്പൊ തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകൾ, ആ ഒറ്റ സംഖ്യകളുടെ പ്രൊഡക്റ്റ് അവ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 195 കിട്ടും അല്ലെ. 195 അല്ലെ, 195 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെ എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നാം എന്ത് ചെയ്യും? നാം സാധാരണ ചെയ്യാറുള്ള പോലെ ഏതെങ്കിലും ഒരു ഒറ്റ സംഖ്യക്ക് നമ്മൾ ആദ്യം എടുക്കുന്ന ഒറ്റ സംഖ്യ നമ്മൾ എന്ത് കൊടുക്കും? എക്സ് എന്ന് കൊടുക്കും അല്ലെ. അപ്പൊ നമ്മളിപ്പോ 3 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യത്തെ ഒറ്റ സംഖ്യ നമ്മൾ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ ഏതായിരിക്കും? ഇതിന്റെ കൂടെ 2 കൂട്ടണം അല്ലെ. 1ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 3 കിട്ടി, 3ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 5 കിട്ടി, 5ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 7 കിട്ടി അല്ലെ. അപ്പൊ ഓരോ ഒറ്റ സംഖ്യ കിട്ടാൻ നമ്മൾ 2 കൂട്ടി പോകണം. അപ്പൊ ഇത് ഒരു ആദ്യത്തെ ഒറ്റ സംഖ്യ നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ കിട്ടാൻ നമുക്ക് എന്ത് വേണം? എക്സിന്റെ കൂടെ 2 ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ 2 ആഡ് കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ എന്ത് വരും? എക്സ് പ്ലസ് 2 അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് സംഖ്യകൾ വരാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഒറ്റ സംഖ്യ ഏതാണെന്ന് വിചാരിക്കുക? എക്സ് ആണെന്ന് വിചാരിക്കുക. ഏത് ആയിക്കോട്ടെ, 5, 7, 9 ഏതായിരിക്കോട്ടെ, നമ്മൾ അതിന് എക്സ് എന്ന് പേര് കൊടുത്തു അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഡ് നമ്പർ അതായത് ആദ്യത്തെ ഒറ്റ സംഖ്യ നമ്മൾ എക്സ് ആണെന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒറ്റ സംഖ്യ ഏതായിരിക്കും? തൊട്ടടുത്ത ഒറ്റ സംഖ്യ ഏതായിരിക്കും? ഇതിന്റെ കൂടെ 2 കൂട്ടണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നെക്സ്റ്റ് ഓഡ് നമ്പർ അല്ലെ. നെക്സ്റ്റ് ഓഡ് നമ്പർ, തൊട്ടടുത്തുള്ള ഓഡ് നമ്പർ എന്ത് വരും? എക്സിന്റെ കൂടെ നമ്മൾ 2 കൂട്ടണം. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 195 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇവ തമ്മിൽ ഒന്ന് ഗുണിച്ച് നോക്കാം. എക്സ്, ആദ്യത്തെ സംഖ്യ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പൊ എക്സും എക്സ് പ്ലസ് 2 തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 195 കിട്ടി. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ എത്ര അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലെ. ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കും. അതിനുശേഷം ആദ്യം നമ്മൾ ബ്രാക്കറ്റ് പൊട്ടിക്കണം അല്ലെ. അതിനുവേണ്ടി നമ്മൾ ഓരോന്നിനെയും ഗുണിക്കും. അപ്പൊ എക്സിന്റെ എക്സ് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 2x. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 195. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നമ്മൾ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മളിവിടെ ആഡ് ചെയ്യണം. ഏതാണ് ആഡ് ചെയ്യേണ്ടത്? നാം ഈ സംഖ്യ നോക്കാം അല്ലെ. ഇപ്പൊ ഇവിടെ സ്ക്വയർ ആണ് അല്ലെ, ഇവിടെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ അത് ഏത് സംഖ്യ ആയിരിക്കണം? നാം എക്സിന്റെ കൂടെയുള്ള സംഖ്യ എത്രയാണ്? 2 അല്ലെ. 2ന്റെ പകുതി എത്രയാണ്? 1. അപ്പൊ 1ന്റെ സ്ക്വയർ ആയിരിക്കണം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് 2x 1 ആഡ് ചെയ്യുന്നു, 1 ആഡ് ചെയ്യുന്നു. കാരണം മനസ്സിലായല്ലോ, ഇതിന്റെ പകുതി എടുത്തു, അതിന്റെ സ്ക്വയർ എടുത്തു. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. മുമ്പ് ചെയ്ത ചോദ്യങ്ങളൊക്കെ അതേ രൂപത്തിലുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ 1 ആഡ് ചെയ്തു, ഈക്വൽ ടു എന്ത് വരും? 195. നമ്മൾ ഇവിടെ 1 ആഡ് കഴിഞ്ഞാൽ ഇവിടെയും 1 ആഡ് ചെയ്യണം അല്ലെ. 195 പ്ലസ് 1. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 195 ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 196. ഇപ്പൊ നോക്കിയേ, ഇവിടെ സ്ക്വയർ ആയി അല്ലെ. അവസാനത്തെ പദം സ്ക്വയർ ആയി ആണല്ലോ. ഇപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ രൂപം മാറ്റി എഴുതാം? ഇവിടെ സ്ക്വയർ, ഇവിടെ സ്ക്വയർ അല്ലെ. നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലെ. ഇതിന് നാം എങ്ങനെ എഴുതും? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. അപ്പൊ അതേ രൂപത്തിൽ ഇവിടെ സ്ക്വയർ, ഇവിടെ സ്ക്വയർ അല്ലെ. ഇവിടെ സ്ക്വയർ, ഇവിടെ സ്ക്വയർ. അപ്പൊ ഇതിന്റെ റൂട്ട് എത്ര വരും? എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, ചിഹ്നം പ്ലസ്, ഇതിന്റെ റൂട്ട് 1 അല്ലെ. 1ന്റെ റൂട്ട് 1. അപ്പൊ നമുക്ക് ഇത് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയ പോലെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ.
സീക്വൽ ടു 196. അപ്പൊ നമുക്കതിൽ നിന്ന് x+1 കണ്ടുപിടിക്കാൻ എന്ത് വേണം? x+1 ഈക്വൽ ടു ഈ സ്ക്വയർ മാറുമ്പോൾ റൂട്ടായി മാറും അല്ലെ? റൂട്ട് 196 ഇതിന്റെ റൂട്ട് കാണുന്നു. അപ്പൊ 196 റൂട്ട് എത്രയാണ്? 14 അല്ലെ? നമുക്കറിയാം 14. അറിയാത്തവര് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് 14 കിട്ടും. x+1 ആണ് 14. x+1 ഈക്വൽ ടു 14 ആണെങ്കിൽ x എന്ത് വരും? 14. ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ -1 ഈക്വൽ ടു 13. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് കിട്ടി. എത്ര കിട്ടി? എക്സ് കിട്ടി 13 എന്ന് കിട്ടി അല്ലെ? അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ നെക്സ്റ്റ് ഓഡ് നമ്പർ എത്രയാണ്? x+2 അല്ലെ? അപ്പൊ നെക്സ്റ്റ് അടുത്ത ഓഡ് നമ്പർ എക്സിന്റെ കൂടെ 2 കൂട്ടണം അല്ലെ? അതായത് 13 + 2 ഈക്വൽ ടു 15. അപ്പൊ ഇവിടെ സംഖ്യകള് 13ഉം 15 അല്ലെ? അപ്പൊ ഒന്ന് ഗുണിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 195 കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം എന്താണ്? ഇവിടെ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് അല്ലെ? 5, 7, 9 എന്ന് തുടങ്ങുന്ന സീക്വൻസ്. ഹൗ മെനി ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 5, 7, 9 എക്സെട്ര മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 140 ആസ് ദി സം? അതായത് ഈ ഒരു ശ്രേണി, ഈ ഒരു സീക്വൻസ്, ഈ സീക്വൻസിലെ എത്ര ടേംസുകൾ കൂട്ടിയാലാണ് നമുക്ക് എത്ര കിട്ടുക? 140 കിട്ടുക അല്ലെ? 140 കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ടേംസുകൾ അല്ലെങ്കിൽ എത്ര പദങ്ങൾ കൂടി കൂട്ടിയാലാണ് നമുക്ക് 140 കിട്ടുക എന്നാണ് ചോദ്യം. അതായത് ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സമ്മ് തന്നിട്ടുണ്ട് അല്ലെ? സം ഓഫ് n ടേംസ് SN അല്ലെ? സമ്മ് തന്നിട്ടുണ്ട്. സം ഓഫ് n ടേംസ്, n ടേമുകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട് 140 എന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പറുകൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഇത് പലരും 2 രൂപത്തിൽ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ഞാനിവിടെ 2 രൂപത്തിൽ ചെയ്ത് കാണിച്ചുതരാം. നിങ്ങൾ ഏത് രൂപത്തിലാണ് ചെയ്യുന്നത് ആ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സമ്മ് തന്നിട്ടുണ്ട് അല്ലെ? അതായത് സം ഓഫ് n ടേംസ്, അതായത് SN. സം ഓഫ് n ടേംസ് നമുക്ക് തന്നിട്ടുണ്ട് 140. അപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? അപ്പൊ ഇത് ഉപയോഗിച്ച് ചെയ്യുന്നൊരു ആ രൂപത്തിൽ ചെയ്യാം, അതല്ലെങ്കിൽ മറ്റേ രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 1/2 ശ്രദ്ധിക്കുക, 1/2 an ഇൻറ്റു n+1 പ്ലസ് n ഇൻറ്റു ബി അല്ലെ? nb. അതാണ് ഈ SN, സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 140 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ അറിയണം അല്ലെ? ഒന്ന് എ അറിയണം, എത്രയാണെന്ന് അറിയണം. അടുത്തത് ബി അല്ലെ? ഇത് രണ്ടാണ് നമുക്ക് അറിയേണ്ടത്. ഇതിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് അല്ലെ? അതായത് എ എന്ന് പറഞ്ഞാല് കോമൺ ഡിഫറൻസ് ഡി ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ് ഇവിടെ? 7 നിന്ന് 5 കുറക്കുക, അല്ലെങ്കിൽ 9 നിന്ന് 7 കുറക്കുക, എത്ര കിട്ടും നമുക്ക്? 2 അല്ലെ? അപ്പൊ കോമൺ ഡിഫറൻസ് അത് എ നമുക്ക് കിട്ടി 2. ഇനി അടുത്ത് കിട്ടേണ്ടത് ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക അല്ലെ? അതായത് F - D. ഇതാണ് ബി. അപ്പൊ F എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 5, അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് 2 കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 - 2 3 അല്ലെ? അപ്പൊ നമുക്ക് എ കിട്ടി, ബി കിട്ടി. ഇനി ഈ ഇക്വേഷൻ കൊണ്ട് കൊടുത്തു നോക്കിയ വാല്യൂ 1/2 ഇൻറ്റു എയുടെ വാല്യൂ 2, 2 ഇൻറ്റു n. n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ 2 ഇൻറ്റു n+1 n+1 പ്ലസ് n ഇൻറ്റു ബി, n ഇൻറ്റു ബി നമ്മൾ കണ്ടുപിടിച്ചു 3 ഈക്വൽ ടു എത്രയാണ്? 140. അപ്പൊ ഹാഫ് ഇൻറ്റു 2n ഇൻറ്റു n+1 പ്ലസ് n ഇൻറ്റു 3 ഈക്വൽ ടു 140. ഇവിടെ നമുക്ക് നോക്കിയാൽ 1/2 ഇൻറ്റു 2 അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഈ 2 2നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വന്നു? n ഇൻറ്റു n+1 പ്ലസ് n ഇൻറ്റു 3 3n അല്ലെ? 3n ഈക്വൽ ടു 140 എന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്കിയാൽ നമ്മൾ ഇതുകൊണ്ട് ഓരോന്ന് കൊണ്ട് ഇതിനെ ഗുണിച്ച് അല്ലെ ബ്രാക്കറ്റ് നമ്മൾ പൊട്ടിക്കണം. അപ്പൊ n ഇൻറ്റു n എന്ത് വരും? n² പ്ലസ് n ഇൻറ്റു 1 n അല്ലെ? n ഇൻറ്റു 1 n പ്ലസ് 3n ഈക്വൽ ടു 140. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയേ n² ഉണ്ട്, പിന്നെ n ഉണ്ട് 3n ഉണ്ട് അല്ലെ? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര n ആയി? 4n ആയി അല്ലെ? 4n ഈക്വൽ ടു 140. നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി അല്ലെ? n² പ്ലസ് 4n ഈക്വൽ ടു 140. ഇനി ഈ രൂപത്തിലല്ലാതെ അല്ലെ
മറ്റേ രൂപത്തിൽ ചെയ്യുന്നവർ എങ്ങനെ ചെയ്യണം? അവിടെ നോക്കി അതും കൂടി ഒന്ന് ചെയ്തു തരാം. SN അല്ലെ, അപ്പൊ അവരിങ്ങനെ ചെയ്യാം. ഓർ അവരിങ്ങനെ ചെയ്യാം. SN ഈസ് ഈക്വൽ ടു 140. ഓക്കെ, തുക അല്ലെ. അവരെങ്ങനെയാണ് തുക കണ്ടുപിടിക്കാം? n/2 ഇൻറ്റു x1 പ്ലസ് xn. അതാണ് സമ്മ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. അതെത്രയാണ്? 140. ഇവിടെ നമുക്ക് x1 അറിയണം, xn അറിയണം അല്ലെ. ഇത് രണ്ടും അറിഞ്ഞാൽ മതി. അപ്പൊ x1 എത്രയായിരിക്കും? ഒന്നാമത്തെ പദം എത്രയാണ്? 5. അത് കിട്ടി. ഇനി xn nth ടേം അല്ലെ. xn ഈസ് ഈക്വൽ ടു xn എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? dn പ്ലസ് f മൈനസ് d അല്ലെ. അതായത് dn കോമൺ ഡിഫറൻസ് എത്രയാണ് ഇവിടെ? കോമൺ ഡിഫറൻസ് 2 അല്ലെ. അപ്പൊ 2n പ്ലസ് എഫിൽ നിന്ന് ഡി മൈനസ് ചെയ്ത് എത്ര വരും? എഫ് ഫസ്റ്റ് ടേമിൽ നിന്ന് ഡി, 5ൽ നിന്ന് കോമൺ ഡിഫറൻസ് 2 അല്ലെ. അപ്പൊ 5ൽ നിന്ന് 2 മൈനസ് കഴിഞ്ഞാൽ 3. അപ്പൊ നമുക്കിവിടെ x1 കിട്ടി, xn കിട്ടി അല്ലെ. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൽ കൊണ്ട് കൊടുത്തോളൂ. n/2 ഇൻറ്റു x1 നമുക്ക് എത്ര കിട്ടി? 5 അല്ലെ. 5 പ്ലസ് xn എത്ര കിട്ടി? 2n പ്ലസ് 3. 2n പ്ലസ് 3 ഈക്വൽ ടു 140. ഇവിടെ നോക്കിയേ, n/2 ഇൻറ്റും 5 ഉണ്ട്, 2n പ്ലസ് 3 ഉണ്ട് അല്ലെ. അപ്പൊ 5 3 8 നമുക്ക് കൂട്ടാലോ. 5 3 8 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? n/2 ഇൻറ്റു 2n പ്ലസ് 5 3 8 ഈക്വൽ ടു 140. ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് 2 കോമൺ ആയ 2 അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. മനസ്സിലായില്ലേ? 2 നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? n/2 ഇൻറ്റു 2 നമ്മൾ പുറത്തേക്ക് കൊടുത്തു. ബാക്കി ഇവിടെ എന്ത് തോന്നുന്നു? 2 പോകുന്ന കഴിഞ്ഞാൽ ബാക്കി ഒരു n ഉള്ളൂ അല്ലെ. പ്ലസ് 4ന് 2 പോകുന്ന കഴിഞ്ഞാൽ 4 ഇൻറ്റു 2 8 അല്ലെ. അപ്പൊ 4 ബാക്കി ഉണ്ടാവും. അപ്പോഴാണ് 4 ഇൻറ്റു 2 8 കിട്ടുക നമുക്ക്. അപ്പൊ n പ്ലസ് 4 ഈസ് ഈക്വൽ ടു 140. നമുക്ക് ഈ രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എന്ത് കിട്ടും നോക്കിയേ? n ഇൻറ്റു n അല്ലെ. n ഇൻറ്റു n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 4 4n ഈക്വൽ ടു 140. കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഇതിലേക്ക് തന്നെ എത്തി. അപ്പൊ ഒന്നുകിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം. നിങ്ങൾ ഏത് മാർഗത്തിലൂടെയാണ് ചെയ്തു പഠിച്ചത് അതേ രൂപത്തിൽ തന്നെ ചെയ്യാം. അല്ലാണ്ട് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ മാറാൻ നിൽക്കണ്ട. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററും അല്ലെങ്കിൽ നമ്മുടെ 3rd ചാപ്റ്ററും പഠിച്ചല്ലോ, അതിൽ നിങ്ങൾ എങ്ങനെയാണ് സമ്മ് കണ്ടുപിടിച്ചത് അതേ ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമ്മ് കണ്ടുപിടിക്കാം. ഏത് രൂപത്തിൽ ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പൊ നോക്കി, നമുക്ക് n² പ്ലസ് 4n ഇസ് ഈക്വൽ ടു 140 എന്ന് കിട്ടി. അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ഇവിടെ സ്ക്വയർ ആണ് അല്ലെ, വർഗമാണ്. ഇനി ഇവിടെ നമ്മൾ ഒരു ടേം കൂട്ടണം അല്ലെ, ഒരു സംഖ്യ നമ്മൾ കൂട്ടിക്കൊടുക്കണം. അതേതായിരിക്കുന്ന സംഖ്യ? നമുക്കറിയാം ഇതിന്റെ അല്ലെ. ഇവിടെ n-ന്റെ കൂടെ ഉള്ളത് ഏതാണ്? 4. 4ന്റെ പകുതി എത്രയാണ്? 2. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 അല്ലെ. അപ്പൊ നമുക്കിവിടെ n² പ്ലസ് 4n പ്ലസ് 4. പലർക്കും ഇപ്പോഴും ഇതെന്ത് എങ്ങനെയാണ് കൂട്ടുന്നത് ഇപ്പോഴും അറിയില്ല. ഇതിന്റെ കൂടെയുള്ള, അതായത് ഇവിടെ x ആയാലും n ആയാലും ഏതാണോ അതിന്റെ കൂടെയുള്ള സംഖ്യ എടുക്കുക, അതിന്റെ പകുതി എടുക്കുക. അപ്പൊ ഇവിടെ 4 ആണ്, 4ന്റെ പകുതി 2, അതിന്റെ സ്ക്വയർ. അപ്പൊ 2ന്റെ സ്ക്വയർ 4. മനസ്സിലായില്ലേ? ഈക്വൽ ടു ഇവിടെ അതേ സംഖ്യ ഇവിടെ ആഡ് ചെയ്യണം നമ്മൾ, അല്ലെങ്കിൽ ഇക്വേഷൻ ബാലൻസ് ആവില്ല അല്ലെ. അപ്പൊ 140 പ്ലസ് 4 ആഡ് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ 4 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n² പ്ലസ് 4n പ്ലസ് 4 ഈക്വൽ ടു 144. ഇപ്പൊ നമുക്ക് എന്താ ഏത് രൂപത്തിലായി? x² പ്ലസ് 2x പ്ലസ് y² അല്ലെ ഇസ് ഈക്വൽ ടു x പ്ലസ് y ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇനി ആ രൂപത്തിലേക്ക് മാറ്റാൻ പോണ്. അതിനെന്ത് വേണം? ഇതിന്റെ റൂട്ട് അല്ലെ. ഇതിന്റെ റൂട്ട് നമ്മൾ ആദ്യം കാണും. n² റൂട്ട് എത്രയാണ്? n അല്ലെ. n² റൂട്ട് n. ചിഹ്നം ഈ ചിഹ്നമാണ് ഇടുക, പ്ലസ്. ഇതിന്റെ റൂട്ട് എത്രയാണ്? 2. അപ്പൊ n പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 144. അങ്ങനെയാണെങ്കിൽ n പ്ലസ് 2 എത്ര വരും? n പ്ലസ് 2 ഈക്വൽ ടു ഇതിന്റെ റൂട്ട് കാണണം അല്ലെ. റൂട്ട് 144. റൂട്ട് 144 എന്ന് പറഞ്ഞാൽ 12 അല്ലെ. അങ്ങനെയാണെങ്കിൽ n എന്ത് വരും? n ഈസ് ഈക്വൽ ടു 12. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ -2 ഈക്വൽ ടു 10. അപ്പൊ ഇവിടെ നമുക്ക് n എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടി. അതായത് എത്ര ടേമുകൾ ഉണ്ടായിരിക്കും? 10 ടേമുകൾ. ഇതേ രൂപത്തിൽ 10 ടേമുകളുടെ തുക കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 140 കിട്ടുക. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ ഇത് ഈ രൂപത്തിൽ ചെയ്താലും കണ്ട ഇതിലേക്ക് തന്നെ എത്തി. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത് ചെയ്യുന്നവർ ഈ രൂപത്തിൽ ചെയ്യാം, അല്ലാത്തൊരു ഈ രൂപത്തിൽ ചെയ്യാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം? നമ്മൾ ഈ രൂപത്തിൽ നിന്ന് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ളത് 2 സൊല്യൂഷൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 2 സൊല്യൂഷൻസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.